ഭീകരർക്കും അവരെ പിന്തുണയ്ക്കുന്നവർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്ന് വീണ്ടും മുന്നറിയിപ്പ് നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ന്യൂഡൽഹിയിൽ അംഗോള പ്രസിഡന്റുമായി നടത്തിയ സംയുക്ത പ്രസ്താവനയിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. അതേസമയം വീണ്ടും ഭീഷണി തുടർന്ന് പാക് പ്രതിരോധ മന്ത്രി രംഗത്തെത്തി. സിന്ധു നദീജലം വഴിതിരിച്ചുവിട്ടാൽ ഭാരതം സൈനികാക്രമണം നേരിടേണ്ടി വരുമെന്നാണ് ഖ്വാജ ആസിഫ് പറഞ്ഞത്. अगर कोई इस किस्म का स्ट्रक्चर बनाने की कोशिश करेंगे, we will strike that structure. बिल्कुल we will strike that structure. That will be an act of aggression against Pakistan. वो पाकिस्तान के खिलाफ जारियत होगी. जारियत सिर्फ तोप के गोलों से या बंदूक चलाने से नहीं होती. जारियत के बहुत से अशकाल होते हैं, बहुत सी उसकी जो फेसेस होते हैं, उसमें ये भी एक फेस है. इसमें बहुत बड़ा फेस है. इससे तो कौमें जो हैं वो प्यास से या भूख से मर सकती हैं. तो ये अगर उन्होंने इस किस्म का अटेम्प्ट भी किया को आर्किटेक्चरल, तो उस स्ट्रक्चर को पाकिस्तान जो है डिस्ट्रॉय करेगा. अगर कोई इस किस्म का स्ट्रक्चर बनाने की कोशिश करेंगे, we will strike that structure. വിവരങ്ങളുമായി ഐസൻ ജോസഫ് ചേരുന്നു. ഐസൻ, പാക് വിടുവായത്വം അവസാനിക്കുന്നില്ലല്ലോ. ഖ്വാജ ആസിഫ് എന്ന് പറയുന്ന പ്രതിരോധ മന്ത്രി പല തവണയായി വിവാദപരമായ പ്രസ്താവനകൾ നടത്തുന്നു. ആ വിവാദ പ്രസ്താവനയിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്ന പ്രസ്താവന. ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ, ഒരു മാധ്യമ ചർച്ചയിൽ പങ്കെടുക്കവെയാണ് ഇത്രയും ഭീകരമായ ഒരു നിലപാട് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. പറയുന്നത്, ഖ്വാജ വ്യക്തമാക്കുന്നത്, ഈ ഏതെങ്കിലും സാഹചര്യവശാൽ സിന്ധു നദിയിലെ വെള്ളം വഴിതിരിച്ചു വിടുന്നതിന്, നേരത്തെ നമുക്ക് അറിയാവുന്നതാണ്, CH പാട്ടീൽ ഉൾപ്പെടെയുള്ള ജലശക്തി മന്ത്രി എല്ലാം തന്നെ വളരെ കൃത്യമായി പറഞ്ഞത്, ഈ മൂന്ന് ഘട്ടമായ നടപടികളിലൂടെ പാകിസ്ഥാനിലേക്ക് വെള്ളം പോകുന്ന ഇൻഡസ് നദിയുടെ എല്ലാ വഴികളും അടയ്ക്കും എന്ന കൃത്യമായ നിലപാടായിരുന്നു. ഇതിനായി നമുക്ക് അറിയാവുന്നതാണ്, പകൽതുൽ ഡാം എന്നൊക്കെ പറയുന്ന വിവിധ ഡാമുകളെല്ലാം തന്നെ നിർമ്മിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇത്തരത്തിലുള്ള ഡാമുകളുടെ നിർമ്മാണവും മറ്റും ഇനിയും തുടർന്നാൽ ആ ഡാമുകളെല്ലാം തന്നെ, അതായത് സിന്ധു നദിയുടെ വെള്ളം പാകിസ്ഥാനിലേക്ക് പോകുന്ന ആ വഴികൾ അടയ്ക്കുകയാണെങ്കിൽ അത് ആ നിർമ്മാണങ്ങളെല്ലാം, ആ ഡാമുകളെല്ലാം തകർക്കും എന്നൊരു ഭീഷണിയാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അത് വസ്തുതാപരമായത് പരിശോധിച്ചാൽ അത്തരത്തിലൊരു ഭീഷണി നടപ്പാക്കുക പാകിസ്ഥാനെ ഒരിക്കലും സാധ്യമല്ല എന്നതൊരു യാഥാർത്ഥ്യമായിരിക്കെ തന്നെ പാകിസ്ഥാനിലെ ചില പശ്ചാത്തലങ്ങളുണ്ട്. അതായത് പാകിസ്ഥാനിൽ നിലനിൽക്കുന്ന ചില കടുത്ത സാമ്പത്തിക വിഷയങ്ങളുണ്ട്. ആ സാമ്പത്തിക വിഷയങ്ങളുടെ ഭാഗമായി 1 കോടിയിലേറെ പേർ പട്ടിണിയാകാനുള്ള, അല്ലെങ്കിൽ 1 കോടിയിലേറെ പേരെ ഭക്ഷ്യക്ഷാമം ബാധിക്കാനുള്ള ഒരു സാധ്യത ഇത്തരത്തിൽ വെള്ളം നിർത്തുന്നതോടുകൂടി ഉണ്ടാകുമെന്ന കൃത്യമായ റിപ്പോർട്ട് വേൾഡ് ബാങ്കിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ വേൾഡ് ബാങ്ക് പറഞ്ഞതനുസരിച്ച് ഏതാണ്ട് 20 ലക്ഷത്തോളം പേർ വലിയ ദാരിദ്ര്യത്തിലേക്ക്, കടുത്ത ദാരിദ്ര്യത്തിലേക്ക് വീഴുമെന്ന ഒരു റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു. ഈ ഒരു പശ്ചാത്തലമാണ് ഇത്തരത്തിലൊരു പ്രതികരണം നടത്താനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായും പാകിസ്ഥാനിലെ ജനങ്ങളിൽ നിന്ന് അകലുന്ന ഒരവസ്ഥയിലേക്ക് തീവ്രവാദത്തെ പിന്തുണയ്ക്കുന്ന പാകിസ്ഥാൻ സർക്കാരിന്റെ രീതി കൊണ്ട് എത്തിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. അതിനെ തടയിടുന്നതിനും അതിനു മുന്നിൽ എന്തെങ്കിലും ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനും വേണ്ടിയുള്ള ഒരു നീക്കം മാത്രമാണ് ഇപ്പോൾ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ഡാമുകൾ തകർക്കുമെന്ന നിലപാടുകളൊക്കെ അറിയിക്കുന്നത് അത്തരമൊരു ഭീഷണിയുടെ ഭാഗമാണ് എങ്കിൽ കൂടി അവിടെയുള്ള ഒരു നിലനിൽപ്പിന്റെ പ്രശ്നമായി കൂടിയാണ് കണക്കാക്കുന്നത്. മറ്റൊരു സുപ്രധാന വിഷയം എടുത്തു പറയേണ്ടത്, ശക്തമായ സൈനിക വിന്യാസം ഭാരതം നടത്തിയിരിക്കുന്ന മേഖലകളാണ് ഇതെല്ലാം തന്നെ. പലതരത്തിലുള്ള സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ നിരീക്ഷണം ശക്തമാക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിരിക്കുന്നു. പല രീതിയിലുള്ള പ്രതിരോധ സംവിധാനങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള, കടലിൽ നിന്നെല്ലാം തന്നെ പാകിസ്ഥാൻ എന്തെങ്കിലും തരത്തിൽ പ്രകോപനം സൃഷ്ടിക്കുകയാണെങ്കിൽ പ്രത്യാക്രമണം നടത്താനുള്ള സംവിധാനങ്ങൾ ഭാരതം അതിശക്തമായി ഒരുക്കുകയും ചെയ്തൊരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, ഇതൊരു ഭീഷണി അല്ലെങ്കിൽ ഒരു വിടുവായിത്തം എന്ന് നേരത്തെ കൃഷ്ണരാജ് പറഞ്ഞതുപോലുള്ള ഒരു പ്രതികരണം മാത്രമാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. ഇത് വസ്തുതാപരമായി അല്ലെങ്കിൽ സൈനിക സ്ട്രാറ്റജിയുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോഴൊന്നും ഇത് സാധ്യമാകുന്ന ലക്ഷണം ഒട്ടും തന്നെ ഇല്ല, അല്ലെങ്കിൽ സാധ്യമാകുന്ന സൂചന പോലും ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി നിലനിൽക്കെ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ നിലപാട് തീർത്തും ഒരു പ്രകോപനം സൃഷ്ടിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ഭീഷണി ഉണ്ടാക്കുക, എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന ഒരു ലക്ഷ്യം മാത്രമാണ് അതിനുള്ളത്. യാഥാർത്ഥ്യമാകാൻ ഒട്ടും സാധ്യതയില്ലാത്ത ഒരു പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഇത്തരത്തിലൊരു നീക്കമൊന്നും നടത്താൻ നിലവിലെ സാഹചര്യത്തിൽ പാകിസ്ഥാന് സാധ്യമല്ല എന്നൊരു യാഥാർത്ഥ്യവും ഭാരതത്തിന്റെ സൈന്യത്തിന്റെ നിരീക്ഷണത്തിലും വളരെ കൃത്യമായി നേരത്തെ തന്നെ ബോധ്യപ്പെട്ടിട്ടുള്ളതുമാണ്. കൃഷ്ണരാജ്. ശരി, ഐസൻ ജോസാണ് വിവരങ്ങൾ നൽകിയത്.